ഇന്ന് ശ്രീ മഹാദേവി ഭാഗവതത്തിലെ ദക്ഷിണാദേവി ചരിതമാണ് പറയുന്നത്. എന്താ ദക്ഷിണാദേവി ചരിതം എന്ന് പറഞ്ഞാൽ, ശ്രീകൃഷ്ണ ഭഗവാനിൽ അത്യന്തം പ്രേമഭക്തി ഉണ്ടായിരുന്നൊരു ഗോപാംഗനാരത്നമുണ്ടായിരുന്നു. ആ പെൺകുട്ടി മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ ദക്ഷിണാദേവിയായി തീർന്ന പുണ്യകഥയാണ് പറയുന്നത്. എന്താ കഥ? വൃന്ദാവനത്തിലെ ഗോകുലത്തിൽ സുശീല എന്നൊരു ഗോപബാലിക ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ഭഗവാനോട് ദൃഢമായ ഭക്തിയും പ്രേമവും ഉള്ളവളായിരുന്നു. അങ്ങനെയായിരുന്നു ആ കുട്ടി ജീവിച്ചിരുന്നത്. അപ്പോൾ കണ്ണ എല്ലാ ഗോപികമാരുടെയും ആരാധനാമൂർത്തിയായിരുന്നു അല്ലേ. എങ്കിലും സുശീല അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയായിട്ട് ഭഗവാനെ തൻ്റെ പ്രാണന് തുല്യം സ്നേഹിച്ചു. അപ്പം കഥ? അപ്പം ഭഗവാനിൽ പ്രേമവും ഭക്തിയും വാത്സല്യവും അധികാരവും ഉണ്ടെന്ന് ഭാവിച്ചു കൊണ്ടിരുന്ന രാധ ഈ വിവരം അറിഞ്ഞ് സുശീലയെ ക്രമത്തിലധികം ശകാരിക്കും, കൂടാതെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ രാധയ്ക്ക് ഗോകുലത്തിലും കൃഷ്ണസവിധത്തിലും വലിയ സ്ഥാനം ഉണ്ടായിരുന്നു അല്ലേ. ബാലികയായ സുശീലയ്ക്ക് അത് അറിയാമായിരുന്നു. അപ്പോൾ തന്മൂലം രാധയെ ഭയപ്പെട്ട് കാർവർണെ തൻ്റെ ഭർത്താവായി തീരണേ എന്നുള്ള ആഗ്രഹത്തോടെ ആ ഗോപകുമാരി സുശീല ഗോകുലം വെടിഞ്ഞിട്ട് തപസ്സിനായിട്ട് പുറപ്പെടും. അങ്ങനെ വനാന്തരത്തിലെത്തി ഭഗവാൻ എന്നെങ്കിലും തൻ്റെ വരനാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭീഷ്ടദായികയായ മഹാലക്ഷ്മിയെ അവൾ തപസ് ചെയ്യും. അത്യുഗ്രമായ അവളുടെ തപസ് കണ്ടിട്ട് ദേവി സന്തുഷ്ടയായി പ്രത്യക്ഷപ്പെടും. എങ്കിലും അപ്പോഴത്തേക്കും സുശീല ദേഹത്യാഗം ചെയ്തു കഴിഞ്ഞിരുന്നു. അവളുടെ പുണ്യാത്മാവ് ദേവിയിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ദേവിയിൽ ആത്മാർപ്പണം ചെയ്ത് വിലയം പ്രാപിച്ച അവൾ ഒരു ദേവിയായിത്തീരും. ലക്ഷ്മി ദേവി അവൾക്ക് എന്ത് പേരിടും? ദക്ഷിണാദേവി എന്ന് പേരിടും. ആചാര്യനോ പുരോഹിതനോ നൽകുന്ന പാരിതോഷികത്തിൻ്റെയോ ദക്ഷിണയുടെ സങ്കല്പദേവത അന്നു മുതൽ ആ ദേവിയായിരിക്കുമെന്നും മഹാലക്ഷ്മി ദേവി അരുളി ചെയ്യും. അതോടുകൂടി ദക്ഷിണയ്ക്ക് പണ്ടത്തേക്കാൾ ഒരു പാവനത്വവും സിദ്ധിച്ചു. സുശീല കൃഷ്ണഭക്തയായൊരു ഗോപബാലികയായിരുന്നു. നിർദോഷയും അശരണയുമായ ആ കുമാരി സങ്കടത്തോടെ ഗോകുലം വെടിഞ്ഞു പോകുന്നത് ഭക്തവത്സലനായ ആര് കാണും? ശ്രീകൃഷ്ണ ഭഗവാൻ കാണും. തൽക്ഷണം തന്നെ അദ്ദേഹം രാധാ സാന്നിധ്യം വെടിഞ്ഞ് അപ്രത്യക്ഷനാകും. അപ്പോൾ രാധയ്ക്ക് കൃഷ്ണനില്ലാതെ ജീവിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ രാധ പല സ്ഥലങ്ങളിലും ഭഗവാൻ അന്വേഷിക്കും. എവിടെ? വൃന്ദാവനത്തിലും കാളിന്തി തീരത്തിലും എല്ലാവരുടെയും ഭഗവാനെ അന്വേഷിക്കും. അങ്ങനെ എവിടെയും കാണൂല. അപ്പം കാളിന്തി തീരത്ത് പോയിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയും. അത്രയ്ക്കും സ്നേഹമായിരുന്നു ഭഗവാനോട്. ആർക്ക്? രാധയ്ക്ക്. ഗോപനാരികൾക്കും ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ സ്നേഹം രാധയ്ക്കായിരുന്നു. അതിനെന്താ കാരണം? ലക്ഷ്മി ദേവിയുടെ അംശാവതാരമായിരുന്നു ആര്? രാധ എന്നാ. അവൾ നന്ദാത്മജനെ സർവസ്വമായ ആത്മനാഥനായും ദൈവമായും ധ്യാനിച്ചും പൂജിച്ചും അകലുമ്പോൾ കരയും, അടുക്കുമ്പോൾ ചിരിക്കും. അങ്ങനെ ഒടുവിൽ മൂലപ്രകൃതിയായ ദേവിയുടെ കൃപയാൽ മനുഷ്യ ശരീരം വെടിഞ്ഞ് ശ്രീകൃഷ്ണ ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുന്നതാണ്. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാനിൽ രാധിക വിലയം പ്രാപിച്ചത് കൊണ്ടാണ് ഭഗവാൻ എന്തായിത്തീർന്നത്? രാധാകൃഷ്ണനായിത്തീർന്നത്. മൂലപ്രകൃതിയായ ദേവി മഹാലക്ഷ്മിയായും രാധികാദേവിയായും രണ്ടായി പിരിയും. എന്നിട്ട് ഒരുവൾ ചതുർബാഹുവായ വിഷ്ണുവിനെയും രാധാദേവി ദ്വിബാഹുവായ കൃഷ്ണനെയും പ്രാപിച്ചു എന്നാ. അങ്ങനെയാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. അപ്പം ജനമേജയ മഹാരാജാവിന് വേദവ്യാസ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ് കഥ. അപ്പം ജനമേജയ മഹാരാജാവ് ചോദിക്കുന്നത്, വേദജ്ഞാനമൂർത്തിയായ മഹാത്മൻ ഭവാൻ പല കഥകളും എനിക്ക് ഉപദേശിച്ചു തന്നുല്ലേ. എന്നാൽ വൈകുണ്ഠം, സത്യലോകം, കൈലാസം, പ്രേതലോകം മുതലായ ലോകങ്ങൾ എവിടെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അപ്പം വ്യാസമഹർഷി പറഞ്ഞു കൊടുക്കുന്ന ബ്രഹ്മദേവൻ ഇരുന്നരുളുന്നതാണെന്ത്?
സത്യലോകം. വിഷ്ണു ഭഗവാൻ ഇവിടെ പള്ളി കൊള്ളുന്നതാണെന്ത്? വിഷ്ണുലോകമായ വൈകുണ്ഠം. പരമശിവൻ അതായത് മഹാദേവൻ വാഴുന്നത് എന്താണ്? കൈലാസം. വന്യദേവൻ്റെ വന്യലോകം. പിന്നെന്താ? യമധർമ്മൻ്റെ യമലോകം എന്നിങ്ങനെയുള്ള ലോകങ്ങൾ മഹാമേരു പർവ്വതത്തിൻ്റെ ഉപരിതലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനടുത്ത് തന്നെയാണ് എന്ത്? ഇന്ദ്രൻ്റെ അമരലോകവും സ്ഥിതി ചെയ്യുന്നത്, അതായത് സ്വർഗം. അത് മഹാമേരുവിൻ്റെ കിഴക്കു ഭാഗത്തായിട്ടാണ്. അതിൻ്റെ ദക്ഷിണ ഭാഗത്താണെന്ത്? സംയമനി എന്ന യമലോക രാജധാനി. പടിഞ്ഞാറ് ഭാഗത്ത് വിഭാവരി എന്ന വരുണപുരി. വടക്കു ഭാഗത്ത് നിമ്ലോജിനി എന്ന കുബേരപുരിയും സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ എന്താ പറയുന്നത്? സുഹൃതനിധികളായ സജ്ജനങ്ങൾക്കും പിന്നെന്താ തപസിദ്ധി കൈവരിച്ചിട്ടുള്ള മഹർഷിവര്യന്മാർക്കും യാഗാദി പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള പുണ്യാത്മാക്കൾക്കും എന്താ അവതാര പുരുഷന്മാർക്കും ഇഷ്ടാനുസരണം എവിടെ പോകാം? ഏത് ലോകത്തും പോകാം. എന്താണ്? എങ്ങനെ? തങ്ങൾക്കുള്ള സിദ്ധി വൈഭവത്താൽ അവർക്ക് എല്ലാ ലോകത്തും എപ്പോഴും സഞ്ചരിക്കാൻ കഴിയുന്നതാണ്. സിദ്ധി കൊണ്ട് സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്കും ഭൂമിയിൽ നിന്നും സ്വർഗലോകത്തിലേക്കും പോകാൻ കഴിയുന്ന പറയുന്നത്. അഷ്ടസിദ്ധി വരുത്തിയിട്ടുള്ളവർക്ക് ശരീരത്തെപ്പോലും മറയ്ക്കുവാനും ഇഷ്ടമുള്ള സ്ഥലത്ത് അദൃശ്യരായി പ്രവേശിക്കുവാനും സഞ്ചരിക്കുവാനും കഴിയുന്ന ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? ജനമേജയ മഹാരാജാവിനോട് വേദവ്യാസ മഹർഷി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതാണ് ദക്ഷിണാദേവി ചരിത്രത്തിലുള്ള കഥ. പിന്നെ അടുത്തതെന്താ? ത്രിദേവി കലഹമാണ്. അത് അടുത്ത പ്രാവശ്യം പറയട്ടോ. എന്തെങ്കിലും തെറ്റ് അറിയാതെ വന്ന് ഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം.